നമ്മളൊരു ഭയങ്കരമായിട്ട് സെന്റി അടിച്ച് വിഷമിച്ചിരിക്കാന്ന് വെച്ചു, ഇവനെ അവിടെ ഇരുത്തിയാൽ മതി. നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഒരു പ്രശ്നമില്ല, നമ്മൾ അങ്ങനെ ഹാപ്പി ആക്കി തരും. Behind it, he's naughty, he's fun, like, you know. അർജുൻ അശോകനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഞാൻ ആനന്ദ് ശ്രീബല വർക്ക് ചെയ്തുകൊണ്ട് ഓൾറെഡി ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നില്ല, ജസ്റ്റ് കാണുമ്പോൾ ഹൈ ബൈ. പിന്നെ ആള് നല്ലോണം ഐ മീൻ നമ്മളോടൊക്കെ വന്ന് സംസാരിക്കും. നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കില്ല, ബട്ട് ഹീൽ കം, ഹിൽ ടോക്ക് ടു അസ്. പക്ഷെ ഇവിടെ എത്തിയപ്പം കുറച്ചും കൂടി ഞാനും കുറച്ച് ഓക്കെ ആയി, ഇവരൊക്കെ ആയിട്ട് കമ്പനി ആയപ്പോൾ ഞാനും സെറ്റിലൊക്കെ ഒന്ന് ഹാപ്പി ആയി. കോമ്പിനേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, പക്ഷെ നമ്മൾ എപ്പോഴും സെറ്റിൽ ഞങ്ങൾ എപ്പോഴും ഒരു കാരവനിൽ ഇങ്ങനെ ഇരിക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഷൂട്ട്, വേറെ ഇവരാരും ഇല്ല. അപ്പൊ ഞങ്ങൾ പിന്നെ സംസാരമൊക്കെ ആയി, ഇപ്പൊ നല്ല ഫ്രണ്ട്സ്. ആളുടെ ഇപ്പം വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ, ലൈക്ക് എനിക്ക് നല്ല എല്ലാരും കംഫർട്ടബിൾ ആക്കി വെക്കും. ലൈക്ക് നല്ലൊരു നൈസ് പേഴ്സൺ. ഒരു സിംഗിൾ ക്യാരക്ടർ അർജുനെ കുറിച്ച് ഒരു സിംഗിൾ വേർഡ് പറയാൻ പറഞ്ഞ എന്താണ് സ്ട്രൈക്ക് ചെയ്തൊരു ക്യാരക്ടർ? നമ്മളൊരു ഭയങ്കരമായിട്ട് സെന്റി അടിച്ച് വിഷമിച്ചിരിക്കാന്ന് വെച്ചു, ഇവനെ അവിടെ ഇരുത്തിയാൽ മതി. നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഒരു പ്രശ്നമില്ല, നമ്മൾ അങ്ങനെ ഹാപ്പി ആക്കി തരും. ഞങ്ങളൊക്കെ കോമ്പിനേഷൻ സീൻസ് ഉള്ള സമയത്ത്, ആക്ഷൻ പറയുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഹീസ് ഇൻ ടു ദാറ്റ് ക്യാരക്ടർ, ബട്ട് ബിഹൈൻഡ് ഇറ്റ് ഹീസ് വെരി ഫൺ ആണ്. ഹീസ് നോട്ടി, ഹീസ് ഫൺ, ലൈക്ക്, യു നോ, ചില്ലാണ് ഭയങ്കര. പിന്നെ ഫൺ മാത്രല്ല ചേട്ടൻ ഭയങ്കര, എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര ഹംബിളാണ്. അതായത് ഇപ്പം ഡാൻസേഴ്സ് കുട്ടികളുടെ അടുത്താണെങ്കിലും എല്ലാവരുടെ അടുത്തും പിന്നെ നമ്മളെ ഭയങ്കര കംഫർട്ട് ആക്കും. നമ്മളൊക്കെ ഫസ്റ്റ് ഡേ ഭയങ്കര ടെൻഷനായിട്ട് നമ്മൾ അഭിനയിക്കാൻ നിന്ന് എന്താണെന്നൊക്കെ പറഞ്ഞു, നമ്മൾ മേ ബി ഫസ്റ്റ് ഡേ ആയിരിക്കും നമ്മുടെ, പക്ഷെ ഭയങ്കര കംഫർട്ട് ആക്കും. ബാലുചേട്ടനും അതെ, ഇവർ രണ്ടുപേരും. അപ്പം ചിലപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കാം, അവരുടെ അടുത്തൊക്കെ ഒരുപോലെയാ. അല്ലെങ്കിൽ ഞങ്ങളുടെ സെറ്റിലെ ഹെയർ ഡ്രസ്സർ എല്ലാവരുടെ അടുത്തും ഒരുപോലെയാ പെരുമാറുക. ഷോട്ട് കഴിഞ്ഞാൽ കാരവനിലേക്ക് ഓടുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല. ഞാൻ മെയിൻ സ്വഭാവം എന്താ വെച്ചാൽ, ഈ അവിടെ ലൊക്കേഷനിൽ വണ്ടി ഉണ്ട്, അതെടുത്തോണ്ട് പോകും. ഞങ്ങള് കാട്ടിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ അതിന് ഞങ്ങൾക്ക് ജീപ്പുണ്ട്, അപ്പം ഷോട്ട് ചെയ്യുമ്പോൾ തന്നെ വാ ചേട്ടാ നമുക്ക് കാട്ടിൽ പോകുന്നുണ്ട്, ഇത് എടുത്തോണ്ട് പോകും. ഞങ്ങൾ അങ്ങനെ ആനയുടെ മുന്നിൽ പോയി ചാടിയിട്ടുണ്ട്. അയ്യോ, അത് മലബാർ സിനിമസിനകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ അവര് ഫോറസ്റ്റ് ഞങ്ങളുടെ ഒപ്പം ഉണ്ട് ലൊക്കേഷനിൽ. ആന ഇറങ്ങുന്ന പറയുന്നത്, ആന മാത്രല്ല കാട്ടുപോത്ത് എല്ലാ സ്ഥലവും. ഞങ്ങളുടെ ഫൈറ്റ് മാസ്റ്റർ മറയൂര് ഷൂട്ട് ചെയ്യുമ്പോൾ നാരോ എസ്കേപ്പ് ആയിരുന്നു ഈ കാട്ടുപോത്തിന്റെ അറ്റാക്ക് ചെയ്യുന്നത്. നാരോ എസ്കേപ്പ്, അത് ശരിക്കും പറഞ്ഞാൽ അന്ന് ഒരു വലിയൊരു ട്രാജഡി ഉണ്ടാവേണ്ട ദിവസമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഷോ ചെയ്തു. പിന്നെ ഈ പറയുന്ന പോലെ ഈ എഫോർട്ടൊക്കെ എടുത്തത് ഈ സിനിമയുടെ ഒരു ഔട്ട് അങ്ങനെ നന്നാവണം. ഈ മറയൂർ ഞങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലം എന്ന് വെച്ചാൽ അവിടെ ആക്ച്വലി വെരി ഡിഫിക്കൽട്ട് ഷൂട്ട്. അവിടേക്ക് പ്രോപ്പർട്ടീസ് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്, ആർട്ടിസ്റ്റിനെ എത്തിക്കാൻ ഡിഫിക്കൽട്ടാണ്, ട്രാൻസ്പോർട്ടേഷനും ഭയങ്കര. ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് വി വർ നോട്ട് സപ്പോസ് ടു, ലൈക്ക്, യു നോ, ഒരു ഏരിയ നിന്നും പുറത്ത് പോകാൻ പാടില്ല. ജസ്നിയുടെ ക്യാരക്ടറിന് ഇവരുടെ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്തേക്കുന്നത് അവിടെ തന്നെ, ഈ 60s. അതും ഭയങ്കര, നമുക്ക് ഒന്നാമത്തെ കാര്യം ഒരു വെള്ളച്ചാട്ടത്തിന്റെ താഴെ നിന്ന് ഭയങ്കര, അതും മറയൂര്, ഇത്രയും തണുപ്പ്.